NSSനും SNDPക്കുമെതിരെ താൻ സംസാരിച്ചിട്ടില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വർഗീയ പറയരുത് എന്ന് മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ സമുദായ നേതാക്കളെയും കാണുന്നയാളാണ് താൻ. സമുദായ നേതാക്കളെ കാണുന്നതും വർഗീയതയ്ക്കെതിരെ പറയുന്നതും തമ്മിൽ ബന്ധമില്ല. സിനഡിൽ പോയാൽ എന്താണ് പ്രശ്നമെന്നും വി ഡി സതീശൻ ചോദിച്ചു. ഞാനിപ്പോൾ അവർക്കെതിരായിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ ആകെ വർഗീയത പറയരുതെന്ന് മാത്രമേ പറയുള്ളൂ. വർഗീയത പറയരുതെന്നുള്ളൊരു വാക്ക് മാത്രമേ പറയുള്ളൂ. അതിൻ്റെ പേരിലല്ല അത് ഞാനാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ എല്ലാ സമുദായ നേതാക്കന്മാരെയും കാണുന്ന ആളാണ്. എല്ലാവരെയും കാണുന്ന ആളാണ്. എല്ലാവരെയും കാണും. സിനഡിൽ പോയാൽ കണ്ടാൽ എന്താ കുഴപ്പം? മറ്റൊരു വിഭാഗത്തെ അവഗണിക്കുന്നു എന്ന് തോന്നുന്നു. ആരെയാണ് ഞാൻ അവഗണിച്ചത്? ഞാൻ സിനഡ് പോയപ്പോൾ എനിക്ക് അവരുമായിട്ട് സംസാരിക്കണം. ഞാൻ അവരെ പോയി കണ്ടു. അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ ആരെയും അവഗണിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പെരുന്നയിൽ പോയിട്ടുണ്ട്. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ ഐസക്, വി ഡി സതീശനെ മറുപടി കേട്ടതെല്ലാം മനസ്സിലാകും. അതിലാരെയും അതൃപ്തിപ്പെടുത്തുന്നില്ല. വളരെ കരുതലോടെയാണ് സംസാരം. ഒരു ഉടക്കിന് വേണ്ട എന്നുള്ളതാണോ ലക്ഷ്യം? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഹൈക്കമാൻഡിൻ്റെ അടക്കം കൃത്യമായ നിർദ്ദേശമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏതെങ്കിലും സമുദായ നേതാക്കളെ പേരെടുത്ത് പറഞ്ഞ് അതിശക്തമായ ഭാഷയിൽ വിമർശിച്ച് അവരുടെ ഒരു പൊതുവായ എതിർപ്പ് വാങ്ങിയെടുക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം, ഒരു നിലപാട് പൊതുവെ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡും സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ചില തരത്തിലുള്ള ഭിന്നതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും അതൊരു പക്ഷേ വഴിവെക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെന്നിത്തലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ചെന്നിത്തലയും KC വേണുഗോപാലിനെയും വിമർശിക്കാതിരിക്കുകയും വി ഡി സതീശനെ ഈ സമുദായ നേതാക്കൾ വിമർശിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ചില സംശയങ്ങൾക്ക് വഴിമരുന്നിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചില ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോവരുത് എന്ന് പാർട്ടി നേതൃത്വത്തിന് കൃത്യമായ നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെ സതീശനോട് രൂക്ഷമായ ഭാഷയിൽ ഈ സമയത്ത് പ്രതികരിക്കേണ്ട എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം നടത്തിയ പ്രതികരണത്തിലും അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഘട്ടത്തിൽ താൻ വെള്ളാപ്പള്ളി നടേശനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടില്ല, വെള്ളാപ്പള്ളിക്കെതിരെ ഒരു ഘട്ടത്തിലും താൻ നിലപാടെടുത്തിട്ടില്ല. പക്ഷേ താൻ പറയുന്നത് വർഗീയതയ്ക്കെതിരായ നിലപാടാണ്. ഒരു വിഭാഗം, ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ, ഒരു മുസ്ലിം വിഭാഗത്തിനെതിരെ തുടർച്ചയായി വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്കെതിരെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ശരിയല്ല. അത് നിർത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ആ നിലപാട് തൻ്റെ നിലപാടാണ്. ആ നിലപാടിൽ താൻ തുടരുകയും ചെയ്യും എന്നതാണ് വി ഡി സതീശൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. അതായത് വി ഡി സതീശൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയുന്നത് വർഗീയതയ്ക്കെതിരായി മാത്രമാണ്, സമുദായ നേതാക്കൾക്കെതിരല്ല തൻ്റെ നീക്കം, തൻ്റെ നിലപാട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും സമുദായ നേതാക്കളെ താൻ തള്ളി പറയുന്നില്ല. അവരുടെ എല്ലാവരെയും സന്ദർശിച്ചിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് പ്രകോപിപ്പിച്ച വിഷയം അതായിരുന്നു. അതായത് സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങുന്നില്ലെന്ന് പറഞ്ഞ വി ഡി സതീശൻ സിറോ മലബാർ സഭയുടെ സിനഡിൽ പോയി എത്ര നേരമാണ് ഇരുന്നത്? അത് തിണ്ണ നിരങ്ങലല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മറ്റൊന്ന്, 1.5 മണിക്കൂർ NSS ആസ്ഥാനത്ത് വന്നിരുന്നിട്ടുണ്ട് തുടങ്ങി വി ഡി സതീശനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ആ ആക്ഷേപങ്ങളോട് കരുതലോടുകൂടിയാണ് വി ഡി സതീശൻ്റെ മറുപടി. താൻ എല്ലാ സമുദായ നേതാക്കളുമായി ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്, അങ്ങനെ സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് എല്ലാവരെയും കാണാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സിനഡിൽ പോയത്. സിനഡിൽ പോയത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ടെന്ന് താൻ കരുതുന്നില്ല എന്നാണ് സതീശൻ പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രകോപനത്തിൻ്റെ ഭാഷയിലേക്ക് പോയി ആരെയെങ്കിലും എതിരാക്കേണ്ടതില്ല എന്നൊരു നിലപാട് പൊതുവെ കോൺഗ്രസ് പാർട്ടി ഈ സമയത്ത് സ്വീകരിക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതർത്ഥത്തിലും ജയിച്ചു കയറുക, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനിടയിൽ എന്തായാലും ഈ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ, സതീശനെ ലക്ഷ്യമിട്ടിട്ടുള്ള മൂവ്മെൻറ്റുകൾ, അതൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്ന് ആരുടെയെങ്കിലും പിന്തുണ കിട്ടുന്നുണ്ടോ അത്തരം നീക്കങ്ങൾക്ക് എന്നുള്ളൊരു ചോദ്യവും കൂടി ഈ അവസരത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ വലിയ ചർച്ചകളിലേക്ക്, വലിയ വിവാദങ്ങളിലേക്ക്, വലിയ ഭിന്നിപ്പിലേക്കൊന്നും പോകാതെ ഈ വിഷയം പരമാവധി തീർക്കാനുള്ള ശ്രമവും ചില ഭാഗങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട്. ശരി.